ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈസി ഹോംവർക്ക്. ഞാൻ സ്വാതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുല എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിനകത്തെ എക്സസൈസ് പാർട്ടിനകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുൻപത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും തിയറി പോർഷൻസ് ആണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് അതിനകത്ത് കിട്ടും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോസ് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ മെയിൽ ഐ ഡിയും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് മെയിൽ ചെയ്ത് സജഷൻസ് പറയുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് വേദിക് മാത്തമാറ്റിക്സിൻ്റെയും അതുപോലെ ബേസിക് മാത്സിൻ്റെ ഒക്കെ ക്ലാസ് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെറോൺസ് ഫോർമുലയിനകത്ത് എക്സസൈസ് 10.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ട്രയാങ്കുലർ സൈഡ് വാൾസ് ഓഫ് എ ഫ്ലൈഓവർ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ അഡ്വർടൈസ്മെന്റ്സ്. ദ സൈഡ്സ് ഓഫ് ദ വാൾസ് ആർ 122 മീറ്റർ, 22 മീറ്റർ ആൻഡ് 120 മീറ്റർ. ഈ ഫിഗർ നോക്കാട്ടോ. ദി അഡ്വർടൈസ്മെന്റ്സ് yield an earnings of ₹5,000 per meter square per year. A company hired one of its walls for 3 months. How much rent it pay? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ താഴെ അതിൻ്റെ വാൾ ഉണ്ട്, 2 വാൾസ് ഉണ്ട്. അതിനകത്ത് ഒരു വാള്, 2 വാൾസും ട്രയാങ്കുലർ ഷേപ്പാണ്. അതിനകത്ത് ഒരു വാള് ഒരു കമ്പനി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഹയർ ചെയ്തു. ഓക്കെ, ഇവിടെ ഈ വാള് ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പോൾ ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ അറിയണം. കാരണം കമ്പനി 1 ഇയറിലേക്ക് 1 മീറ്റർ സ്ക്വയറിന് എത്രയാണ്? 5,000 റുപ്പീസാണ് റെൻ്റായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെൻറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 3 മന്തിലേക്കുള്ള റെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള വാളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ദെൻ എന്ത് ചെയ്യണം? 1 കൊല്ലത്തേക്കുള്ളത് 5,000 ആണെങ്കിൽ 3 മാസത്തേക്കുള്ള റെൻറ്റ് കണ്ടുപിടിക്കുക. അതിനെ ഈ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സൈഡ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 122 മീറ്റർ, ബി എന്ന് പറയുന്നത് 120 മീറ്റർ, സി എന്ന് പറയുന്നത് 22 മീറ്റർ. അങ്ങനെ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, 3 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ 3 സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി. സോ 122 മീറ്റർ പ്ലസ് 120 മീറ്റർ പ്ലസ് 22 മീറ്റർ. ഓക്കെ, ആൻസർ എത്ര വരും? 120 120 240, 240 പ്ലസ് 20 264 എന്ന് വരും. 264 ആണ് അവിടുത്തെ എന്ത് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പെരിമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏരിയയുടെ ഫോർമുല എന്താണ്? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഹെറോൺസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എസ് നമുക്ക് കണ്ടുപിടിക്കണം. എസ് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ്. പെരിമീറ്റർ ബൈ 2. പെരിമീറ്റർ 264 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 132 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ 3 സൈഡ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എ ബി സി എന്ന് കൊടുത്തു. ദെൻ പെരിമീറ്റർ കണ്ടുപിടിച്ചു. പെരിമീറ്ററിൻ്റെ ഹാഫ് ആണ് എസ് എന്ന് പറയുന്നത്. ഹെറോൺസ് ഫോർമുലയിനകത്തെ എസ് എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ ഹാഫ് ആയിട്ടുള്ള 132 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാൻ റൂട്ട് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഈ 132 എന്ന് കൊടുക്കാം. 132 ഇൻറ്റു 132 മൈനസ് എ എന്ന് പറയുന്നത് ഏതായിരിക്കും? 122 മീറ്റർ. 132 മൈനസ് ബി എന്ന് പറയുന്നത് 120. ദെൻ 132 ഇൻറ്റു 132 മൈനസ് സി എന്ന് പറയുന്നത് 22. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? എ ഇസ് ഈക്വൽ ടു 132 ഇൻറ്റു 132 മൈനസ് 122 എത്രയാണ് വരിക? 10 എന്ന് വരും. 132 മൈനസ് 120 എത്ര വരും? 12 എന്ന് വരും. Again 132 minus 22
110 എന്ന് വരും. ഓക്കെ, 132 122 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. 132 120 മൈനസ് ചെയ്തപ്പോൾ 12 എന്ന് കിട്ടി. 132 22 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 110 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഞാനിത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. റൂട്ട് 132 റൂട്ട് 10 റൂട്ട് 12 ഇൻറ്റു റൂട്ട് 10 റൂട്ട് 110. ഓക്കെ, ഇനി ഞാൻ ഫാക്ടറൈസേഷനിലൂടെ ഓരോന്നിൻ്റെയും റൂട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ആദ്യത്തെ ഏതായിരുന്നു? 132. 132നെ ഞാൻ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 6 ടൈംസ് എഗെയിൻ 6 വന്നു. 2ൽ 33 വന്നു. 3ൽ 11 വന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ റൂട്ട് എന്തായിരിക്കും? 2ൽ നിന്ന് ഈ 2ൽ നിന്ന് 2 നിന്ന് ഒരു 2 എടുക്കണം അല്ലേ? സോ റൂട്ട് 132ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 11. ഓക്കെ, നെക്സ്റ്റ് റൂട്ട് 10 ആണ്. റൂട്ട് 10 എന്ന് പറഞ്ഞാൽ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 2. എഗെയിൻ നെക്സ്റ്റ് എന്താണ്? 12 ആണ്. അപ്പോൾ 12ൻ്റെ നോക്കാം നമുക്ക്. 12നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 6 വന്നു, ദെൻ 3 വന്നു. ഇതിൽ നിന്ന് ഒരു 2 എടുത്തു, ഇതിൽ നിന്ന് റൂട്ട് 3 വരും. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് 3 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 110 നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ 5 ടൈംസ് വരും. ദെൻ 55 വന്നു. 5ൽ 11 ടൈംസ് പോകും. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും പെയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 11. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തെ വോൾ നമ്പർ പാർട്സ് എല്ലാം എടുത്തിട്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ വോൾ നമ്പർ പാർട്സ് ഏതൊക്കെ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്താ? 2 ഇൻറ്റു 2 4 എന്ന് കിട്ടി. 4 ഇൻറ്റു ദെൻ ഇവിടെ ഒരു റൂട്ട് 3 ഉണ്ട്. ഇവിടെയും ഒരു റൂട്ട് 3 ഉണ്ട്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3. ഓക്കെ, ഇനി ഇവിടെ റൂട്ട് 11 ഉണ്ട്. ഇവിടെയും ഒരു റൂട്ട് 11 ഉണ്ട്. റൂട്ട് 11 ഇൻറ്റു റൂട്ട് 11 11. ഓക്കെ, റൂട്ട് 5 ഉണ്ട്. ഇവിടെ ഒരു റൂട്ട് 5 ഉണ്ട്. റൂട്ട് 5 ഇൻറ്റു 5 റൂട്ട് 5 എന്ന് വരും. ദെൻ ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്. ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്. സോ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ നോക്കി, ഇതൊക്കെ നമ്മൾ എല്ലാത്തിനും നമ്മൾ കടന്നുപോയില്ല. എല്ലാ വാല്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇത്രയും വോൾ നമ്പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4 ഇൻറ്റു 11 44 44 5 ഇൻറ്റു 2 10 10 ഇൻറ്റു 44 ഓക്കെ 44 ഇൻറ്റു 3 എന്ന് വരും. ആൻസർ ഈസ് 1320 മീറ്റർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കാം. 1320 മീറ്റർ സ്ക്വയർ. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 1000. ഏരിയ is equal to 1320 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഈ ഒരു ട്രയാങ്കുലർ വോളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ സ്ക്വയർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ, ആ വോളിനകത്ത് 1 മീറ്റർ സ്ക്വയറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ 1 വർഷത്തേക്ക് 5000 രൂപയാണ്. ഓക്കെ, 1 മീറ്റർ സ്ക്വയറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ 1 വർഷത്തേക്ക് 5000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1 മീറ്റർ സ്ക്വയർ ഒരു മാസത്തേക്ക് എത്രയായിരിക്കും വരിക നോക്കാം. എത്രയായിരിക്കും? 5000 ഡിവൈഡഡ് ബൈ 12 മന്ത് ആണല്ലോ 1 ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാസത്തേക്കുള്ളത് കണ്ടുപിടിക്കാൻ 5000 ഡിവൈഡഡ് ബൈ 12 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ സ്ക്വയറിനകത്ത് 3 മന്തിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് എത്ര വരും? 5000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൽ 3 മന്തിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ 5000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഏരിയ, അതായത് ഇത്രയും മീറ്റർ സ്ക്വയറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് 3 മാസത്തേക്ക് വരുന്ന ചെലവ് അല്ലെങ്കിൽ വരുന്ന റെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ റെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5000 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 3 ഇൻറ്റു ഏരിയ. ഏരിയ എത്രയാണ്? 1320 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയറിന് ഈ
3 മാസത്തേക്കുള്ളതിനെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? അവിടുത്തെ റെന്റ് കിട്ടുന്നത്, ടോട്ടൽ റെന്റ് കിട്ടുന്നത്. സോ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 12നെ 3ൽ 4 ടൈംസ് 4, ഇവിടെ 660 വരും. ദെൻ ഇവിടെ 2 ഉണ്ട്, 2 ഇവിടെ 330 വരും. ഓക്കെ, അപ്പോൾ 5000 ഇൻറ്റു 330, അതായത് 33 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 165. ഇവിടെ ഒരു 3 zeros ഉണ്ട്, അഗെയിൻ ഇവിടെ ഒരു 0 ഉണ്ട്. സോ ഇത്രയും റുപ്പീസ് ആയിരിക്കും നമുക്ക് വരുന്നത്. 16,50,000 റുപ്പീസാണ് നമുക്ക് ആകെ വരുന്ന റെൻറ്റ് 3 മാസത്തേക്ക്. ഇത്രയും ഏരിയയിൽ ഓക്കെ, 3 മാസത്തേക്ക് ഇത്രയും ഏരിയയിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് വേണ്ടി വരുന്ന റെൻറ്റ്, ആ കമ്പനിക്ക് പേ ചെയ്യേണ്ടി വരുന്ന റെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16,50,000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിരുന്നു, അതിന് 2 വാൾസ് ഉണ്ട്. അതിനകത്ത് ഒരു വാള് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹയർ ചെയ്തു. എൻ്റെ സൗണ്ട് പോയിട്ടുണ്ടാവും. ഞാൻ ഒരു വട്ടം ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 2ാമത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതുകൊണ്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ടാവും. ആദ്യത്തെ നമ്മുടെ എപ്പോഴും ബെസ്റ്റ് ആയിരിക്കുമല്ലോ, ആ ബെസ്റ്റ് പോയി. അത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ട് ആ ബെസ്റ്റ് പോയി. ഇതിപ്പോൾ ഞാൻ 2ാമത് കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിട്ട് 2ാമത് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ഒന്ന് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ 2 വാൾസ് ഉണ്ട്, രണ്ടും ട്രയാങ്കുലർ ഷേപ്പിലാണ്. അപ്പോൾ ഒരു വാൾ ഒരു കമ്പനി ഹയർ ചെയ്തു. 1 മീറ്റർ സ്ക്വയറിൽ ആ കമ്പനി 1 മീറ്റർ സ്ക്വയറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ ആ കമ്പനി 1 ഇയറിലേക്ക് കൊടുക്കുന്ന റെൻറ്റ് എന്ന് പറയുന്നത് 5,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം കൊടുക്കാനായിട്ട് എത്ര റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നതാണ്, ഈ മൊത്തം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ എത്ര റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചാൽ ആകെ ഇത് എത്ര മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ദെൻ ആ ഏരിയനെ 3 മന്തിലേക്കുള്ള റെൻറ്റ് കൊണ്ട് ഇൻഡു ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, മെയിൽ ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.